ശനി മൗഢ്യം ഒരു ജ്യോതിഷ വിശകലനം. നമസ്കാരം. 2026 മാർച്ച് 8 മുതൽ ഏപ്രിൽ 22 വരെ കർമ്മകാരകനായ ശനി ഭഗവാൻ മീനം രാശിയിൽ വെച്ച് സൂര്യന്റെ സാമീപ്യത്താൽ മൗഢ്യാവസ്ഥയിലേക്ക് മാറുകയാണ്. ജ്യോതിഷത്തിൽ ശനി നിയന്ത്രണമാണ്, സൂര്യൻ പ്രകാശമാണ്. കഠിനമായ അച്ചടക്കം നൽകുന്ന ശനി അല്പം മങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല തടസ്സങ്ങൾക്കും ഒരു ഈസ് അല്ലെങ്കിൽ അയവ് ലഭിക്കുന്നു. പലരും ഇതിനെ ഒരു ഭയത്തോടെയാണ് കാണുന്നത്. എന്നാൽ ഇത് ഭയപ്പെടേണ്ട ഒന്നല്ല. മറിച്ച് ശനി നൽകുന്ന കഠിനമായ അച്ചടക്കത്തിൽ സൂര്യൻ ഒരു ബ്രേക്ക് നൽകുന്ന സമയമാണ്. സൂര്യൻ ആത്മാവും അധികാരവുമാണ്. ശനി കർമ്മവും അച്ചടക്കവുമാണ്. സൂര്യൻ ശനിയെ മറയ്ക്കുമ്പോൾ ശനി സൃഷ്ടിച്ചിരുന്ന ഡിലേ അല്ലെങ്കിൽ കാലതാമസം ഇല്ലാതാകുന്നു. ഇതൊരു ഓപ്പർച്യൂണിറ്റി വിൻഡോ ആണ്. പക്ഷേ അതേസമയം ജീവിതത്തിൽ അകത്തളത്തിൽ വലിയ തിരിച്ചറിവുകൾ ഉണ്ടാകും. അതിനാൽ ഇത് പ്രശ്നങ്ങളുടെ കാലമല്ല, ഇത് ജീവിതത്തെ പുനഃക്രമീകരിക്കുന്ന കാലമാണ്. ഇത് ഓരോ രാശിക്കാരെയും എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം. മേടം രാശിക്കാർക്ക് ശനി 12ാം ഭാവത്തിലാണ്. 12ാം ഭാവത്തിലെ ശനി പലപ്പോഴും അനാവശ്യമായ ചിന്തകളും ഭയവും നൽകാറുണ്ട്. ശനി മൗഢ്യാവസ്ഥയിൽ വരുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന ഈ മാനസിക തടസ്സങ്ങൾ കുറയാൻ തുടങ്ങും. ഈ സമയത്ത് മേടം രാശിക്കാർക്ക് വിദേശ അവസരങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ കഴിയും, ആത്മീയതയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയും, ജീവിതം വീണ്ടും പ്ലാൻ ചെയ്യാൻ കഴിയും. കരിയർ അല്ലെങ്കിൽ പ്രൊമോഷൻ നോക്കാം. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി ഉണ്ടായിരുന്ന വിസ തടസ്സങ്ങൾ പെട്ടെന്ന് നീങ്ങാൻ സാധ്യതയുണ്ട്. ശനി 12ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അനാവശ്യ ഭയങ്ങൾ ഉണ്ടാകാറുണ്ട്. മൗഢ്യകാലത്ത് ആ ഭയം കുറയുകയും ആത്മവിശ്വാസം കൂടുകയും ചെയ്യും. വിദേശയാത്രയ്ക്ക് തടസ്സമായിരുന്ന ഡോക്യുമെന്റുകൾ ഇപ്പോൾ കൂടുതൽ വ്യക്തമായി മുന്നോട്ട് പോകാം. പേടി മാറി ധൈര്യം വരും. അനാവശ്യമായ ആശുപത്രി ചെലവുകൾ കുറയാം. ഇൻഷുറൻസ് ക്ലെയിം അംഗീകരിച്ചു ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉന്നത പഠനത്തിന് പോകുന്നവർക്ക് ഭാഷാ പരീക്ഷകൾ, IELTS പോലെയുള്ള പരീക്ഷകളിൽ വിജയം ലഭിക്കാം. ഉറക്കമില്ലായ്മ അനുഭവിച്ചിരുന്നവർക്ക് ഇപ്പോൾ ശാന്തമായ നല്ല ഉറക്കം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇടവം രാശി. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി. സൂര്യനുമായി 15 ഡിഗ്രിയിൽ താഴെ അടുത്തു വരുമ്പോഴാണ് ശനി മൗഢ്യമാകുന്നത്. ശനി ഒരു നിയന്ത്രണ ഗ്രഹമാണ്. ഇടവം രാശിയെ സംബന്ധിച്ച് ശനി 9, 10 ഭാവങ്ങളുടെ അധിപനാണ്, അതായത് യോഗകാരകൻ. ഭാഗ്യത്തിന്റെയും കർമ്മത്തിന്റെയും അധിപനായ ശനി മൗഢ്യമാകുമ്പോൾ കരിയറിൽ നിങ്ങൾ നേരിട്ടിരുന്ന കഠിനമായ പരീക്ഷണങ്ങൾക്ക് ഒരു അയവ് വരുന്നു. ഇടവം രാശിക്കാർക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി വരുമാനത്തിൽ ഒരു ഡിലേ, സുഹൃത്തുക്കളുമായി തെറ്റിദ്ധാരണകൾ, നെറ്റ്വർക്കിങ്ങിലും ബന്ധങ്ങളിലും ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ അനുഭവപ്പെട്ടിരിക്കാം. ഇതിനുള്ള പ്രധാന കാരണം ശനി ലാഭസ്ഥാനത്തിൽ, അതായത് ഗെയിൻസ് ഹൗസിൽ സഞ്ചരിക്കുന്നതുകൊണ്ടാണ്. ശനി സാധാരണയായി വിജയവും ഫലവും നൽകും. എന്നാൽ അത് പലപ്പോഴും വൈകിയെത്തുന്ന അനുഗ്രഹമായിരിക്കും. ഇപ്പോൾ ശനി മൗഢ്യത്തിലായിരിക്കുന്ന സമയമായതിനാൽ ശനിയുടെ കർക്കശമായ നിയന്ത്രണഭാവം കുറയുന്നു. അതുകൊണ്ട് നിന്നുപോയിരുന്ന പദ്ധതികൾ വീണ്ടും മുന്നോട്ട് നീങ്ങാം, വൈകിയിരുന്ന വരുമാനം ലഭിക്കാം, പഴയ കോണ്ടാക്റ്റുകൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ അപ്രതീക്ഷിതമായി സഹായിക്കാം, അൺഎക്സ്പെക്റ്റഡ് ഇൻകം ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ടാവും. ശനി നമ്മളോട് ഈ സമയത്ത് പറയുന്നൊരു സന്ദേശം ഇതാണ്: നീ ഇത്രയും കാലം ക്ഷമയോടെ കാത്തിരുന്നെങ്കിൽ ഇപ്പോൾ അതിന് ഫലം അനുഭവിക്കുന്ന സമയം എത്തിയിരിക്കുന്നു. കരിയർ അല്ലെങ്കിൽ പ്രൊമോഷൻ നോക്കാം. നിങ്ങൾക്ക് ഇതൊരു സുവർണ കാലമാണ്. ശമ്പള വർധനവ്, സാലറി ഹൈക്ക്, സ്ഥാനക്കയറ്റം എന്നിവയ്ക്ക് ഏറ്റവും സാധ്യതയുള്ള സമയമാണിത്. സീനിയർ ഓഫീസർമാരിൽ നിന്ന് അനുകൂലമായ റിപ്പോർട്ടുകൾ ലഭിക്കും. ഇടവം രാശിക്കാരുടെ 11ാം ഭാവത്തിലാണ്, അതായത് ലാഭസ്ഥാനത്തിലാണ് ഈ മൗഢ്യം നടക്കുന്നത്. സൂര്യൻ ഇവിടെ ശനിയേക്കാൾ ബലവാനാണ്. സൂര്യൻ അധികാരത്തിന്റെ ഗ്രഹമാണ്. സൂര്യൻ ശനിയെ മറയ്ക്കുമ്പോൾ
ശനി സൃഷ്ടിച്ചിരുന്ന തടസ്സങ്ങൾ, ഉദാഹരണത്തിന് ആ, മേലുദ്യോഗസ്ഥരുടെ കർശന സ്വഭാവങ്ങൾ, അതൊക്കെ സൂര്യന്റെ പ്രഭാവത്താൽ ഇല്ലാതാകുന്നു. അതുകൊണ്ടാണ് മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായ നിലപാടുകൾ ലഭിക്കുമെന്ന് പറയുന്നത്. സാധാരണ ശനി 11-ൽ നിൽക്കുമ്പോൾ ലാഭത്തിന് ചെറിയ താമസം വരുത്താറുണ്ട്. എന്നാൽ മൗഢ്യമാകുമ്പോൾ ഈ കാലതാമസം മാറി കാര്യങ്ങൾ വേഗത്തിലാകുന്നു. വിദ്യാർത്ഥികൾക്ക് റിസർച്ച് വിദ്യാർത്ഥികൾക്ക് ഗൈഡിൽ നിന്നും മികച്ച പിന്തുണ ലഭിക്കും. പ്രൊജക്റ്റുകൾ സമയബന്ധിതമായി തീർക്കാൻ സാധിക്കും. സാമ്പത്തികമായി കുടിശ്ശിയായിരുന്ന പണം തിരികെ ലഭിക്കും. ബിസിനസ്സിൽ വലിയൊരു ഓർഡർ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. മിഥുനം രാശി, മകയിരം 2-ാം പകുതി, തിരുവാതിര, പുണർദം, മുക്കാൽ. ശനി ഇവർക്ക് 10-ാം ഭാവത്തിലാണ്, അതായത് കർമ്മസ്ഥാനത്താണ്. നിങ്ങളുടെ ബോസുമായുള്ള ആശയവിനിമയത്തിലെ തടസ്സങ്ങൾ മാറും. അതായത് നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിരുന്നവർ സ്വയം പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മിഥുനം രാശിക്കാർക്ക് ശനി 10-ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്തെത്തിയപ്പോൾ ചില അനുഭവങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. ജോലിഭാരം വർദ്ധിച്ചിരിക്കാം. ചെയ്ത ജോലിക്ക് അംഗീകാരങ്ങൾ വൈകിയിരിക്കാം. മേലധികാരികളുടെ സമ്മർദ്ദങ്ങൾ കൂടിയിരിക്കാം. അതുകൊണ്ട് പല മിഥുനം രാശിക്കാർക്കും ഇങ്ങനെ തോന്നിയിരിക്കാം, ഇത്രയും ജോലി ചെയ്തിട്ടും എനിക്ക് വേണ്ട അംഗീകാരം കിട്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നിരിക്കും. എന്നാൽ ഇപ്പോൾ ശനി മൗഢ്യമായിരിക്കുന്ന സമയത്ത് കർമ്മസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ആ ഭാരമുള്ള സമ്മർദ്ദം കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ ശനി ഇവിടെ നൽകുന്ന ഏറ്റവും പ്രധാന അനുഗ്രഹം ദീർഘമായ തൊഴിൽ സ്ഥിരതയും ഉറച്ച സ്ഥാനവുമാണ്. 10-ാം ഭാവത്തിലെ ശനി ജോലിയിൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കാറുണ്ട്. മൗഢ്യകാലത്ത് ഈ സമ്മർദ്ദം കുറയും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അർഹമായ ശമ്പളത്തോടെ ഓഫർ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് MBA അല്ലെങ്കിൽ മാനേജ്മെന്റ് കോഴ്സുകൾ പഠിക്കുന്നവർക്ക് മികച്ച ഇന്റേൺഷിപ്പുകൾ ലഭിക്കും. ജോലിസ്ഥലത്തെ ഓഫീസ് പൊളിറ്റിക്സ് നിങ്ങളെ ബാധിക്കില്ല. ശത്രുക്കൾ തനിയെ പിന്മാറിക്കോളും. കർക്കിടകൻ രാശി, പുണർദം, കാൽ, പൂയം, ആയില്യം. കർക്കിടകൻ രാശിക്കാർക്ക് ശനി 9-ാം ഭാവത്തിലാണ്, അതായത് ഭാഗ്യസ്ഥാനത്താണ്. ഭാഗ്യസ്ഥാനത്തിലെ ശനി പലപ്പോഴും ഭാഗ്യത്തിന്റെ വഴിയിൽ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഇപ്പോൾ സൂര്യന്റെ സ്വാധീനത്തോടെ ഈ തടസ്സങ്ങൾ സാവധാനം മാറുന്ന സമയമാണ്. ഭാഗ്യം തുണയ്ക്കില്ലെന്ന് തോന്നിയിരുന്നവർക്ക് ഈ 45 ദിവസം വലിയ വഴിത്തിരിവ് നൽകാൻ സാധ്യതയുണ്ട്. ഉന്നത പഠനത്തിന് നല്ല അവസരങ്ങൾ വരാം. 9-ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ ഒരു പ്രധാനമായ കാര്യം ഇതാണ്: ഭാഗ്യം പരിശ്രമത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഈ സമയത്ത് ലഭിക്കാവുന്ന അനുഗ്രഹങ്ങൾ: ഗുരുവോ മാർഗദർശകനോ ആയ ഒരാളുടെ സഹായം, ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത, വിദേശ യാത്രാ കാര്യങ്ങളിൽ പുരോഗതി. ഇനി കരിയർ നോക്കാം. കണ്ടകശനിയുടെ കഠിന സ്വഭാവം കുറയാൻ തുടങ്ങും. തടസ്സപ്പെട്ടിരുന്ന പ്രമോഷനുകൾ നടക്കാൻ സാധ്യതയുണ്ട്. ഭാഗ്യം ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഡോക്ടറേറ്റ് പഠനം അഥവാ PhD ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. പിതാവിൽ നിന്നോ മുതിർന്നവരിൽ നിന്നോ സാമ്പത്തിക സഹായം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ജോലി സംബന്ധമായ ദൂരയാത്രകൾ വലിയ ഗുണം ചെയ്യും. വിദേശത്തു നിന്ന് ശുഭവാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം, കാൽഭാഗം. ചിങ്ങൻ രാശിക്കാർക്ക് ശനി 8-ാം ഭാവത്തിലാണ്, അതായത് അഷ്ടമസ്ഥാനത്താണ്. 8-ാം ഭാവത്തിലെ ശനി പലപ്പോഴും ഭയവും അനിശ്ചിതത്വവും നൽകുന്ന ഗ്രഹമായി കാണപ്പെടുന്നു. ശനി മൗഢ്യാവസ്ഥയിൽ വരുമ്പോൾ ഈ ഭയങ്ങൾ സൂര്യന്റെ പ്രകാശത്തിൽ സാവധാനം മാറാൻ തുടങ്ങും. 8-ാം ഭാവം പരിവർത്തനത്തിന്റെ ഭാവമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാം. ഇൻഷുറൻസ്, ടാക്സ് തുടങ്ങിയ കാര്യങ്ങളിലെ കുരുക്കുകൾ അഴിയാൻ സാധ്യതയുണ്ട്. ശാരീരികമായ അസ്വസ്ഥതകൾ മാറി വീണ്ടും ഊർജവും ഉന്മേഷവും ലഭിക്കാം. 8-ാം ഭാവത്തിലെ ശനി സാധാരണയായി അപ്രതീക്ഷിത ചെലവുകൾ നൽകാം, മാനസികമായ മാറ്റങ്ങൾ നൽകാം, ഒരു അനിശ്ചിതത്വം, ഒരു ഭയം. എന്നാൽ ഈ മൗഢ്യ സമയത്ത്
മറഞ്ഞിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം. മാനസികമായ സൗഖ്യവും ശാന്തിയും ലഭിക്കാം. ഇതൊരു ഗാഢമായ കർമ്മശുദ്ധീകരണ കാലം ആയി പ്രവർത്തിക്കും. കരിയർ നോക്കുകയാണെങ്കിൽ അഷ്ടമശനിയുടെ കഠിന ഫലങ്ങൾ കുറയുന്ന സമയമാണ്. അപ്രതീക്ഷിതമായി പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാം. പാരമ്പര്യ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായി ദീർഘകാലമായി ബുദ്ധിമുട്ടിച്ചിരുന്ന രോഗങ്ങളിൽ നിന്ന് പെട്ടെന്ന് ആശ്വാസം ലഭിക്കാം. ഭയം മാറി മനസ്സിൽ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് അസ്ട്രോളജി അല്ലെങ്കിൽ ന്യൂമറോളജി പോലെയുള്ള പഠനങ്ങൾ നടത്തുന്നവർക്കും വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾക്കും ഇത് നല്ല സമയം ആയിരിക്കും. കന്നിരാശി, ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. കന്നിരാശിക്കാർക്ക് ശനി 7ാം ഭാവത്തിലാണ്, അതായത് കളത്ര സ്ഥാനത്താണ്. 7ാം ഭാവത്തിലെ ശനി സാധാരണയായി ബന്ധങ്ങളിൽ ഒരു തണുത്ത മനോഭാവം ഉണ്ടാക്കാറുണ്ട്. ശനി മൗഢ്യാവസ്ഥയിൽ വരുമ്പോൾ ആ മഞ്ഞ് സാവധാനം ഉരുകാൻ തുടങ്ങും. 7ാം ഭാവം സൂചിപ്പിക്കുന്നത് വിവാഹം, ബിസിനസ് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയവയാണ്. ശനിയുടെ സമ്മർദ്ദം കുറയുന്നതിനാൽ പങ്കാളിയുമായുള്ള ആശയവിനിമയം മെച്ചപ്പെടും, തർക്കങ്ങൾ പരിഹരിക്കപ്പെടും, ബന്ധങ്ങൾ കൂടുതൽ പക്വവും സ്ഥിരതയുമുള്ളതായി മാറും. കരിയർ അല്ലെങ്കിൽ വ്യാപാരത്തിൽ പങ്കാളികളുമായുള്ള പിണക്കങ്ങൾ മാറാം. പുതിയ കരാറുകളിൽ ഒപ്പിടാൻ അനുയോജ്യമായ സമയമാണ്. സ്തംഭിച്ചു കിടന്നിരുന്ന ബിസിനസ് വീണ്ടും മുന്നോട്ട് നീങ്ങാൻ സാധ്യതയുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട്. പങ്കാളിക്ക് പുതിയ ജോലി ലഭിക്കാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഗ്രൂപ്പ് സ്റ്റഡീസിലൂടെയും സുഹൃത്തുക്കളുടെ സഹായത്താലും പരീക്ഷകളിൽ നല്ല വിജയം നേടാൻ കഴിയും. തുലാം രാശി, ചിത്തിരയുടെ 2ാം പകുതി, ജ്യോതി, വിശാഖം, മുക്കാൽ. തുലാം രാശിക്കാർക്ക് ശനി 6ാം ഭാവത്തിലാണ്, അതായത് ശത്രുസ്ഥാനത്താണ്. 6ാം ഭാവത്തിലെ ശനി പലപ്പോഴും ശത്രുക്കളെയും വെല്ലുവിളികളെയും മുന്നിൽ കൊണ്ടുവരാറുണ്ട്. എന്നാൽ സൂര്യന്റെ ശക്തി വരുമ്പോൾ ആ തടസ്സങ്ങൾ തകർന്നു പോകുന്ന സമയമായിരിക്കും. 6ാം ഭാവം സൂചിപ്പിക്കുന്നത് ശത്രുക്കൾ, മത്സരങ്ങൾ, ആരോഗ്യം തുടങ്ങിയവയാണ്. 6ാം ഭാവത്തിലെ ശനി സാധാരണയായി ക്രമശീലവും പരിശ്രമവും ആവശ്യപ്പെടുന്ന ഗ്രഹമാണ്. ഇപ്പോൾ ശനി മൗഢ്യാവസ്ഥയിലായതിനാൽ ശത്രുക്കളുടെ ശക്തി കുറയാം, തർക്കങ്ങൾ പരിഹരിക്കപ്പെടാം. അതുപോലെ ഈ സമയത്ത് കടങ്ങൾ തീർക്കാൻ സാധിക്കും. മത്സരാർത്ഥികൾക്ക് പിന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ജോലി സംബന്ധമായി സർക്കാർ ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ 45 ദിവസം വളരെ നിർണായകമാണ്. ശമ്പള കുടിശ്ശികൾ ലഭിക്കാനും പ്രമോഷൻ പട്ടികയിൽ നിങ്ങളുടെ പേര് വരാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പ്രവേശന പരീക്ഷകളിൽ ഉയർന്ന റാങ്ക് ലഭിക്കാൻ ഈ സമയം സഹായകരമാകും. സാമ്പത്തികമായി ബാങ്ക് വായ്പകൾ എളുപ്പത്തിൽ അനുവദിക്കപ്പെടാം. പഴയ കടങ്ങൾ തീർത്ത് മനസ്സിൽ സമാധാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. വൃശ്ചികം രാശി, വിശാഖം കാൽ, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്കാർക്ക് ശനി 5ാം ഭാവത്തിലാണ്, പുത്രസ്ഥാനത്താണ്. 5ാം ഭാവം സൂചിപ്പിക്കുന്നത് സൃഷ്ടിപരമായ കഴിവുകൾ, പ്രണയം, മക്കൾ. ഈ സമയത്ത് സൃഷ്ടിപരമായ കഴിവുകൾ വീണ്ടും സജീവമാകാൻ സാധ്യതയുണ്ട്. പുതിയ ആശയങ്ങൾ മനസ്സിലുദിക്കും. പ്രണയകാര്യങ്ങളിൽ വ്യക്തത വരും. മക്കളുമായി ബന്ധപ്പെട്ട സന്തോഷ വാർത്തകൾ ലഭിക്കാം. 5ാം ഭാവത്തിലെ ശനി ചിലപ്പോൾ ബുദ്ധിയിലും ചിന്തകളിലും ഒരു മന്ദത ഉണ്ടാക്കാറുണ്ട്. ശനി മൗഢ്യാവസ്ഥയിൽ വരുമ്പോൾ ചിന്തകളിൽ കൂടുതൽ വ്യക്തതയും തെളിച്ചവും ഉണ്ടാകും. ജോലി സംബന്ധമായി സൃഷ്ടിപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതായത് എഡിറ്റേഴ്സ്, ഡിസൈനേഴ്സ്, റൈറ്റേഴ്സ്, ഇവർക്കൊക്കെ അപ്രതീക്ഷിതമായി വലിയ പ്രൊജക്റ്റുകൾ ലഭിക്കാം. നിങ്ങളുടെ ആശയങ്ങൾ മേലുദ്യോഗസ്ഥർ അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. മക്കളുടെ പഠനത്തിലോ ആരോഗ്യത്തിലോ ഉണ്ടായിരുന്ന ഉത്കണ്ഠകൾ മാറാൻ സാധ്യതയുണ്ട്. അവർക്ക് മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കാം. വിദ്യാഭ്യാസപരമായി പരീക്ഷകളിൽ ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കാൻ കഴിയും. പഠനം പൂർത്തിയായവർക്ക് ക്യാമ്പസ് സെലക്ഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ധനുരാശി, മൂലം,
പൂരാടം, ഉത്രാടം കാൽഭാഗം. ധനുരാശിക്കാർക്ക് ശനി 4-ാം ഭാവത്തിലാണ്, സുഖസ്ഥാനത്താണ്. 4-ാം ഭാവത്തിലെ ശനി ചിലപ്പോൾ കുടുംബത്തിൽ ഒരു ഭാരമുള്ള അന്തരീക്ഷം ഉണ്ടാക്കാറുണ്ട്. ശനി മൗഢ്യാവസ്ഥയിൽ വരുമ്പോൾ കുടുംബത്തിൽ സമാധാനവും ശാന്തതയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട്. അമ്മയുടെ ആരോഗ്യത്തിൽ മെച്ചം കാണാം. 4-ാം ഭാവം സൂചിപ്പിക്കുന്നത് വീടിനെയും മാനസികമായ സമാധാനത്തെയുമാണ്. ശനി മൗഢ്യാവസ്ഥയിലായതിനാൽ വീട്ടിലെ സംഘർഷങ്ങൾ കുറയാം. വീട്ടിൽ ഐക്യവും സന്തോഷവും വർദ്ധിക്കും. സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാം. ജോലി സംബന്ധമായി വീടിനടുത്ത് ജോലി ലഭിക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള ജോലി സൗകര്യം ലഭിക്കാനോ സാധ്യതയുണ്ട്. റിയൽ എസ്റ്റേറ്റ് കച്ചവട രംഗത്തുള്ളവർക്ക് നല്ല ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ വാഹനം അല്ലെങ്കിൽ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറാം. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. വിദ്യാഭ്യാസപരമായി നാട്ടിലെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട്. പഠനത്തിൽ മാതാവിൻ്റെ വലിയ പിന്തുണ ലഭിക്കും. മകരം രാശി, ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. മകരം രാശിക്കാർക്ക് ശനി 3-ാം ഭാവത്തിലാണ്, ധൈര്യസ്ഥാനത്താണ്. 3-ാം ഭാവത്തിലെ ശനി സാധാരണയായി നിങ്ങളുടെ പരിശ്രമങ്ങളെ സാവധാനത്തിലാക്കുന്ന സ്വഭാവം കാണിക്കും. എന്നാൽ ശനി മൗഢ്യാവസ്ഥയിൽ വരുമ്പോൾ ആ പരിശ്രമങ്ങൾക്ക് വീണ്ടും വേഗതയും ഉത്സാഹവും ലഭിക്കും. ആശയവിനിമയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതായത് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിന് വലിയ പ്രേക്ഷക പിന്തുണ ലഭിക്കാൻ സാധ്യതയുണ്ട്. 7-ര ശനിയുടെ അവസാന ഘട്ടത്തിൽ ഈ മൗഢ്യകാലം ഒരു ആശ്വാസകാലം ആയിരിക്കും. ചെറിയ യാത്രകളിലൂടെ പുതിയ ജോലി അവസരങ്ങൾ ലഭിക്കാം. നല്ല ആശയവിനിമയ കഴിവുകൾ ഉപയോഗിച്ച് ബിസിനസ് വളർത്താൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഷോർട്ട് ടേം കോഴ്സസ് അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സസിന് ചേരാൻ അനുയോജ്യമായ സമയമാണ്. ഇളയ സഹോദരങ്ങളിൽ നിന്ന് സഹായം ലഭിക്കാം. ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിക്കും. കുംഭം രാശി, അവിട്ടം 2-ാം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ. കുംഭം രാശിക്കാർക്ക് ശനി 2-ാം ഭാവത്തിലാണ്, അതായത് ധനസ്ഥാനത്താണ്. 2-ാം ഭാവത്തിലെ ശനി സാധാരണയായി പണത്തിൻ്റെ പ്രവാഹം മന്ദഗതിയിലാക്കുന്ന സ്വഭാവം കാണിക്കും. എന്നാൽ ശനി മൗഢ്യാവസ്ഥയിൽ വരുമ്പോൾ ധനപ്രവാഹം വീണ്ടും സുഗമമാവാൻ തുടങ്ങും. ശനി മനുഷ്യനെ സാമ്പത്തിക ക്രമശീലവും നിയന്ത്രണവും പഠിപ്പിക്കുന്ന ഗ്രഹമാണ്. ഈ സമയത്ത് ബാങ്ക് നിക്ഷേപങ്ങൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ സംസാരത്തിലൂടെ പരിഹരിക്കാൻ സൂര്യൻ്റെ ശക്തി സഹായകരമാകും. ബാങ്കിംഗ്, ധനകാര്യം, വിവരസാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച വരുമാനം ലഭിക്കാം. ശമ്പള വർധനയെക്കുറിച്ച് സംസാരിക്കാൻ അനുയോജ്യമായ സമയമാണ്. കുടുംബ ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് അപ്രതീക്ഷിത ലാഭം ലഭിക്കാം. സംസാരത്തിലെ മിതത്വം പുതിയ സൗഹൃദങ്ങളും വ്യാപാര അവസരങ്ങളും നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. വാണിജ്യ പഠനങ്ങളിലോ ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠനങ്ങളിലോ ഉള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ഫലങ്ങളിൽ അനുകൂല നേട്ടങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. മീനം രാശി, പൂരുരുട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്കാർക്ക് ശനി 1-ാം ഭാവത്തിലാണ്, ജന്മരാശിയിലാണ്. സ്വന്തം രാശിയിലെ ശനി, പ്രത്യേകിച്ച് 7-ര ശനി, ചിലപ്പോൾ മടിയും മാനസിക ഭാരവും നൽകാറുണ്ട്. ശനി മൗഢ്യാവസ്ഥയിൽ വരുമ്പോൾ സൂര്യൻ്റെ ശക്തി ആ മടിയും മങ്ങലും കുറയ്ക്കാൻ സഹായിക്കും. ഇത് വ്യക്തിപരമായ വളർച്ചയ്ക്കുള്ള ഒരു പ്രധാന സമയം ആയിരിക്കും. ഈ സമയത്ത് ജീവിതത്തിൻ്റെ ദിശയെക്കുറിച്ച് വ്യക്തത ലഭിക്കും. സ്വയം നിയന്ത്രണവും ക്രമാശീലവും ശക്തമാവും. നിങ്ങളുടെ തന്നെ രാശിയിലാണ് ശനി മൗഢ്യം സംഭവിക്കുന്നത്. അതുകൊണ്ട് മാനസിക സമ്മർദ്ദം ഗണ്യമായി കുറയാൻ സാധ്യതയുണ്ട്. ജോലിയിൽ പുതിയ പദവികളും ഉത്തരവാദിത്തങ്ങളും ലഭിക്കാം. നിങ്ങളുടെ നേതൃത്വ കഴിവുകൾ അംഗീകരിക്കപ്പെടും. ആരോഗ്യപരമായി തലവേദനയും അമിതമായ ഉത്കണ്ഠയും കുറയാൻ സാധ്യതയുണ്ട്. മനസ്സിന് കൂടുതൽ ശാന്തത ലഭിക്കും.
വിദ്യാർത്ഥികൾക്ക് മടിയും അലസതയും മാറി പഠനം വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. പ്രവേശനങ്ങളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. ശനി മൗഢ്യം എന്നത് ഭയപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് ശനി നൽകിയ പാഠങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമായി നടപ്പിലാക്കാനുള്ള സമയമാണ്. ഈ 45 ദിവസങ്ങൾ ശനി ഭഗവാൻ തൻ്റെ കടുപ്പം കുറയ്ക്കുന്ന കാലമാണ്. അതിനാൽ അലസത കാണിക്കാതെ കഠിനാധ്വാനം ചെയ്താൽ കരിയറിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാം. ഈ സമയം നമ്മളോട് ചോദിക്കേണ്ടത്, നാം ശരിയായ വഴിയിലാണോ? നമ്മുടെ ജീവിതം ശരിയായി മുന്നോട്ട് പോവുകയാണോ? ഈ സമയത്ത് ആത്മപരിശോധന ചെയ്താൽ ശനി പിന്നീട് നൽകുന്നത് സ്ഥിരത, വിജയം, ദീർഘകാല സമൃദ്ധി തുടങ്ങിയവയാണ്. പരിഹാരമായി സൂര്യ നമസ്കാരം ചെയ്യുക, ശനിയാഴ്ചകളിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക. ശനിയാഴ്ചകളിൽ നീരാഞ്ജനം സമർപ്പിക്കുന്നത് ദോഷകാഠിന്യങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. എല്ലാവർക്കും ഈ കാലഘട്ടം ശുഭകരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.